ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ്. ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ മധ്യ കേരളത്തിൽ പലയിടത്തും വ്യാപക നാശനഷ്ടമുണ്ടായി. നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടുക്കി ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇന്നു മുതൽ 30 വരെ രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തി. നേര്യമംഗലം മുതൽ അടിമാലി വരെ രാത്രി 7 മണി മുതലാണ് നിയന്ത്രണം. തൊഴിലുറപ്പ്, തോട്ടം മേഖല എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ പുറം ജോലികൾ നിരോധിച്ചു. ചീയപ്പാറയ്ക്ക് സമീപം വൻമരം കടപുഴകി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഇടച്ചിറയിൽ തേക്കുമരം വീണ് വൈദ്യുത പോസ്റ്റ് മറിഞ്ഞു. പിറവം പോസ്റ്റ് ഓഫീസ് കവലയിലും കനത്ത നാശനഷ്ടമുണ്ടായി. കോഴിക്കോട് ദേശീയപാതയിൽ സിൽക്ക് ബസാറിൽ മരം കടപുഴകി വീണു. കാർ യാത്രക്കാരായ 2 പേർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. കൊന്നി കൊക്കാത്തോട് റോഡിൽ അള്ളുങ്കലിൽ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും, YS അഭിനന്ദ് കൊച്ചിയിൽ നിന്നും, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്നും, AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഇടുക്കിയിലാണല്ലോ കുറെ കൂടി തീവ്രമായ മഴ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയത്. അവിടെ കുറച്ചുകൂടി കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇടുക്കിയിലെ പൊതു സാഹചര്യം രാഹുൽ? വിജയകുമാർ, നാളെയും മറ്റന്നാളും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം കടുപ്പിച്ചിരിക്കുന്നത്. ഇടവിട്ട് ശക്തമായ മഴ ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ പെയ്യുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗമാണ്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ അവിടെ നടക്കുന്നുണ്ട്. പലയിടത്തും മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴായിട്ട് ഈ മരം കടപുഴകി വീണും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഉണ്ടാവുകയും ചെയ്തു. അല്പസമയം മുമ്പും ചീയപ്പാറയ്ക്ക് സമീപം മരം കടപുഴകി വീഴുകയും അതുപോലെ തന്നെ വാളറയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന കാര്യം വീണ്ടും ഇടിയാനുള്ളൊരു സാധ്യത ഈ മേഖലകളിലുണ്ട്. മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്, മരം കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് രാത്രികാല യാത്ര പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെ ഒരു കാരണവശാലും അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ യാത്ര ചെയ്യരുത് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്രയും അപകട സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് നിലവിലത്തെ അവസ്ഥയിൽ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുകൂടി വീശുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ തോട്ടം മേഖലയിലെ ജോലിയൊക്കെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇന്ന് തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളി മരം ഒടിഞ്ഞു വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ തോട്ടം മേഖലയിൽ, അതായത് പുറം ജോലികൾ ഉൾപ്പെടെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അതിൽ തൊഴിലുറപ്പ് ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമാണ് ഈ നിയന്ത്രണം. എല്ലാ മേഖലകളിലും വൈദ്യുതി ബന്ധം തകരാറിലായി കിടക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി KSEB നടത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 4 ദിവസമായി വൈദ്യുതി ഇല്ലാത്ത മേഖലകൾ വരെയുണ്ട്. മൂന്നാർ, മറയൂർ മേഖലകളിൽ പലയിടങ്ങളിലും കഴിഞ്ഞ 5 ദിവസമായി വൈദ്യുതി ഇല്ല എന്നുള്ള പരാതി ആ മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. അത്തരത്തിലൊരു പൊതുവെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇടുക്കിയിലുണ്ട്. അതിനിടയിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു. അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങളും അതിനോട് സഹകരിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ നിലവിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. രാഹുൽ സൂചിപ്പിച്ചതുപോലെ കുറെ കൂടി ജാഗ്രത വേണ്ട ഒരു മേഖലയാണ് ഇടുക്കി. അതുകൊണ്ട് ജില്ലാ ഭരണകൂടം കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി എല്ലാവരും സഹകരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുന്നത്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എറണാകുളത്ത് പലയിടത്തും കനത്ത മഴ പെയ്യുകയാണ്. ഇപ്പോഴും നേരിയ തോതിൽ പലയിടത്തും മഴ പെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. എന്താണ് എറണാകുളത്തെ സാഹചര്യം? ഓറഞ്ച് അലേർട്ടാണ്, പക്ഷേ റെഡ് അലേർട്ടിന് സമാനമായ മഴയാണ് ഉച്ചയ്ക്ക് ശേഷം ജില്ലയിൽ പലയിടത്തും പെയ്തതല്ലേ? വിജയകുമാർ, എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. മലയോര മേഖലകളായ കോതമംഗലത്തും മൂവാറ്റുപുഴയിലും ഇപ്പോഴും മഴ തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടവും പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാക്കനാട് നിന്നാണ് വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇൻഫോ പാർക്കിനടുത്ത് ഇടച്ചിറയിൽ ഒരു തേക്കുമരം ഒടിഞ്ഞു വീണ് 3 വൈദ്യുതി പോസ്റ്റുകളാണ് തകരാറിലായിരിക്കുന്നത്. ഒരു വൈദ്യുതി പോസ്റ്റ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ വൈദ്യുതി പോസ്റ്റ് ഒരു പിക്കപ്പ് വാനിലേക്കാണ് ഇടിഞ്ഞത്, പിക്കപ്പ് വാനിലേക്കാണ് വീണത്. പിക്കപ്പ് വാൻ വീണതിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും
വൻ തകർന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ കാക്കനാട് TV സെന്ററിനും ഇത്തരത്തിലേക്ക് പനമരം ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. ആ പ്രദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വൈദ്യുതി ബന്ധം തകരാറിലായിരിക്കുകയാണ്. വൈദ്യുതി ബന്ധം തകരാറിലായത് പരിഹരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ KSEB ആരംഭിച്ചിട്ടുണ്ട്. കണ്ണമാലി ചെല്ലാനം പ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. അവിടെ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അവിടെ കടൽക്ഷോഭത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ പ്രതിഷേധത്തിലായിരുന്നു. നാളെയും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് അവിടെയുള്ള പ്രദേശവാസികളുടെ തീരുമാനം. നേരത്തെ മന്ത്രിക്കും ജനപ്രതിനിധികൾക്കും അടക്കം പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയായില്ല എന്നുള്ള ആക്ഷേപവും അവിടെ നിന്നും ഉയരുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് നാളെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്കണവാടികൾക്കൊപ്പം തന്നെ ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ NS ഉമേഷ് വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നഗരത്തിൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. ഇടവിട്ടുള്ള മഴയാണ് രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരത്തിന് അകത്തെ പ്രദേശങ്ങളായ കളമശ്ശേരിയിലും തൃക്കാക്കരയിലും ഒക്കെ മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കനത്ത മഴയാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലും പെയ്ത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യാപകമായ നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യുന്നു. കാക്കനാട്ട് നിന്നും പിറവത്തു നിന്നുമാണ് വലിയ നാശനഷ്ടം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജില്ലയിൽ മഴ തുടരുകയാണ്. രാത്രികാലങ്ങളിൽ ഉള്ള യാത്രയും ഇപ്പോൾ ജില്ലാ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട്. വിജയകുമാർ. സമീർ C. മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ സാധാരണഗതിയിൽ പെയ്യുന്നതിനേക്കാൾ കനത്ത മഴ പെയ്യുന്നുണ്ട്. നേരത്തെ റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നു ഈ കിഴക്കൻ മലയോര മേഖലകളിൽ കൂടുതൽ ജാഗ്രത വേണമെന്നത്. അത് ആ ആവശ്യം ശരിവെക്കുന്ന വിവരങ്ങളാണ് അത്തരം മേഖലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? മഴ ഇപ്പോഴും തുടരുകയാണ്. വിജയകുമാർ, കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ നഗരമേഖലയിൽ കനത്ത ഒറ്റപ്പെട്ട മഴയും ലഭിക്കുന്നുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പാലക്കുളത്ത് ഉണ്ടായിട്ടുള്ള ഈ സംഭവം. വലിയ ഒരു മരമാണ് ദേശീയപാതയിലേക്ക് ഒടിഞ്ഞു വീണിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് അരികിലൂടെ കടന്നു പോകുന്ന ഒരു കാറ്, ആ കാറിൻ്റെ മുകളിലേക്ക് ഈ വലിയ മരം അത് പൊട്ടി വീഴുന്നത് കാണുകയും തുടർന്ന് വാഹനം വളരെ വേഗത്തിൽ വെട്ടിച്ച് അത് നിർത്തുകയും പിന്നീട് അതിൽ നിന്നുണ്ടായിരുന്ന 2 പേരും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് ജീവൻ ലഭിച്ചത്. അത് വലിയൊരു അവർക്ക് അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതിനകത്ത് അടിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ആ കാർ ഇപ്പോഴും ആ മരത്തിന് താഴെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു വേളയിലാണ് 2 പേരും ഇറങ്ങി ഓടിയത് കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ആ മരം മുറിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ കൊയിലാണ്ടി പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഈ വിധത്തിൽ തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കുറ്റ്യാടി സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിലേക്ക് വലിയ ഒരു മരം പൊട്ടി വീണത്. അതുമായി ബന്ധപ്പെട്ടും വലിയ അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ഒപ്പം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ മരങ്ങൾ കടപുഴകി വീടുകൊണ്ട് വിവിധ ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞ് വീണിട്ടുണ്ട്. അവിടങ്ങളെല്ലാം തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ഒരു സാഹചര്യമാണ്. KSEBയിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് ചാലിയാറും അതുപോലെ തന്നെ ഇരുവഴിഞ്ഞിപ്പുഴയും ഒപ്പം ചെറുപുഴയും ഈ പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തീരമേഖലയുള്ളവർക്ക് ജാഗ്രത പുലർത്തണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കടലാക്രമണവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായിരുന്നത് ജില്ലയിൽ 151 പേരാണ് 4 ദുരിതാശ്വാസ ക്യാമ്പുകളായിക്കൊണ്ട് കഴിഞ്ഞിരുന്നത്. അതിലിപ്പോൾ ഒരു ക്യാമ്പ് പിരിച്ചുവിട്ടിട്ടുണ്ട്. കൊയിലാണ്ടി താലൂക്കിലെ ക്യാമ്പാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. നിലവിൽ 145 പേരാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത്. വിജയകുമാർ. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. ജയശങ്കർ, എന്താണ് പത്തനംതിട്ടയിലെ സാഹചര്യം? ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ രാവിലെ മുതൽ തന്നെ കനത്ത മഴ പെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പുഴകൾ കരകവിയുകയും ഒക്കെ ചെയ്ത് ജനജീവിതം ബാധിക്കപ്പെട്ടിട്ടുണ്ടോ അവിടങ്ങളിൽ? വിജയകുമാർ, ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ മഴ കുറവായിരുന്നു. ശാന്തമായ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ വൈകിട്ടോടുകൂടി വലിയ തോതിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ പെയ്യുകയുണ്ടായി. കോന്നി കൊക്കാത്തോടിൽ ആളുങ്കലിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. 3:30 കൂടിയായിരുന്നു ഒരു സംഭവം ഉണ്ടായത്. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ മഴ പെയ്തുകൊണ്ട് വൈദ്യുത പോസ്റ്റുകളും മരങ്ങളും വീഴുന്ന ഒരു സാഹചര്യം ജില്ലയിലുണ്ടായി. എന്തായാലും മഴ സാഹചര്യം കണക്കിലെടുത്ത് നാളെ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട്. അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നൊരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിലൂടെയുള്ള
രാത്രികാല യാത്രകൾ അവസാനിപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്വാറികളുടെ പ്രവർത്തനവും 1-ാം തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു മഴ സാധ്യത നാളെ ജില്ലയിൽ മുന്നിൽ കാണുന്നുണ്ട്. നാളെയും മറ്റന്നാളും ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു മഴ പെയ്യുമെന്നാണ് ജില്ലാ ഭരണകൂടം. ഒരു ജാഗ്രത സാധാരണഗതിയിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി വേണം. പത്തനംതിട്ടയിലും അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ. വിശദാംശങ്ങളാണ് AV ജയശങ്കർ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. തൃശ്ശൂരിൽ നിന്ന് ഒരു ദാരുണ സംഭവത്തിന്റെ വിവരങ്ങളാണ് വരുന്നത്. വീട്ടുമുറ്റത്ത് നിന്ന യുവതി പാമ്പുകടിയേറ്റു മരിച്ചു. മാപ്രാണം മാടായിക്കോണം സ്വദേശി ചിറാകുളം ഷാരോണിന്റെ ഭാര്യ ഹെന്നയാണ് മരിച്ചത്. വീടിന്റെ മുറ്റത്ത് നിന്ന് മകന് ചോറ് കൊടുക്കുന്നതിനിടെ ഹെന്നയുടെ കാലിൽ പാമ്പ് കടിക്കുകയായിരുന്നു. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇതെപ്പോഴാണ് സംഭവിച്ചത്? വിജയകുമാർ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏറെ സങ്കടപ്പെടുത്തുന്ന വിവരമാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് വീട്ടുമുറ്റത്ത് നിന്ന് 2.5 വയസ്സുള്ള മകന് ഹെന്ന ചോറ് കൊടുക്കുന്നത്. ഇതിനിടയിൽ കാലിൽ പാമ്പ് കടിക്കുകയായിരുന്നു. പിന്നീട് ഇരിങ്ങാലക്കുടയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മാപ്രാണം മാടായിക്കോണം സ്വദേശിയായിട്ടുള്ള ഷാറൂണിന്റെ ഭാര്യയാണ് 28 വയസ്സുള്ള ഹെന്ന. ഹെന്നയുടെ സംസ്കാരം നാളെ ഉച്ചതിരിഞ്ഞ് 3-ന് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കുകയും ചെയ്യും. വിജയകുമാർ, അതിദാരുണമായ ഒരു റിപ്പോർട്ടാണ് രാത്രി വൈകി തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. വീടിന്റെ മുറ്റത്ത് നിന്ന് മകന് ചോറ് കൊടുക്കുന്നതിനിടെയാണ് ഹെന്നയുടെ കാലിൽ പാമ്പ് കടിയേറ്റത്. ഇന്നലെയായിരുന്നു സംഭവം. ഇന്ന് അവരുടെ മരണവാർത്തയാണ് വരുന്നത്. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ മരം വീണ് വീട് തകർന്നു. പാതായിക്കര സ്വദേശി രാജന്റെ വീടാണ് തകർന്നത്. ആളപായമില്ല. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, ഈ മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റ് പലയിടത്തും വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അവിടെയും വലിയ കാറ്റായിരുന്നോ ഈ മേഖലയിലും? വിജയകുമാർ, മലപ്പുറം ജില്ലയിൽ വൈകുന്നേരത്തോടു കൂടി ശക്തമായ മഴയും ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പെരിന്തൽമണ്ണയിലും ശക്തമായ കാറ്റ് അടിച്ചു വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പെരിന്തൽമണ്ണ പാതായിക്കര സ്വദേശി നടുത്തൊടി വീട്ടിൽ രാജന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന വലിയൊരു ഭീമൻ മരമാണ് ഈ രാജന്റെ വീടിന്റെ മുകളിലേക്ക് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും. ഓടുമേഞ്ഞ വീടാണ്. വീടിന്റെ മേൽക്കൂരയൊക്കെ തന്നെ തകർന്നു തരിപ്പണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഈ മരമൊക്കെ തന്നെ മുറിച്ചു മാറ്റുന്ന ഘട്ടത്തിലും വീടിന് കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ മരം വീഴുന്ന സമയത്ത് രാജനും കുടുംബവും വീടിനകത്തുണ്ടായിരുന്നു. പക്ഷേ അവരുണ്ടായിരുന്നത് മറ്റൊരു മുറിയിലായിരുന്നു. ആ മുറിക്ക് കേടുപാടുകൾ സംഭവിച്ചില്ല. മറ്റുള്ള ഇടങ്ങളിലാണ് ഈ മരം വീണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും തന്നെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഈ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഈ ട്രോമാ കെയർ വളണ്ടിയർമാരെത്തിയാണ് മരമെല്ലാം തന്നെ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി മലപ്പുറം ജില്ലയിൽ മിക്കയിടങ്ങളിലും ശക്തമായ കാറ്റുണ്ടായിരുന്നു. പലയിടങ്ങളിലും മരം കടപുഴകി വീണ് ഈ റോഡ് മാർഗമൊക്കെ തന്നെയുള്ള യാത്ര തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഈ വൈദ്യുതി ബന്ധമൊക്കെ തന്നെ താറുമാറാകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ജില്ലയിൽ നിന്നുണ്ടായിട്ടുണ്ട്. വിജയകുമാർ, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട്. മത്സ്യബന്ധനത്തിന് ജൂൺ 1 വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ കടലാക്രമണ ജാഗ്രതാ നിർദ്ദേശവും നിലവിലുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനും കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റിന് ശക്തി വർദ്ധിക്കാനും സാധ്യതയുള്ളതിനാൽ അടുത്ത 5 ദിവസം കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ 4 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. ഇന്നു മുതൽ ജൂൺ 1 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ മേഖലകളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയുമായി ബന്ധപ്പെട്ട് 7 ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലവിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശമുള്ളത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതിതീവ്ര ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ഇടുക്കിയിൽ മരം വീണ സ്ത്രീ മരിച്ചു. കണ്ണൂരിലും കോഴിക്കോടും കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നു. ഇടുക്കി ചക്കുപള്ളത്ത് കനത്ത മഴയിൽ മരം ഒടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. തമിഴ്നാട് സ്വദേശി 55-കാരിയായ എലിസബത്താണ് മരിച്ചത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് മരം ഒടിഞ്ഞു വീണത്.
ശക്തമായ കാറ്റിൽ മരം വീണ് വീട് തകർന്നു. ഇടുക്കി പൂപ്പാർ സ്വദേശി ഗോമതിയുടെ വീടാണ് തകർന്നത്. കോഴിക്കോട് ശക്തമായ മഴയിൽ സ്കൂളിന്റെ കിണർ ഇടിഞ്ഞു താണു. മീഞ്ചന്ത NSS UP സ്കൂളിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കുറ്റിയാടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിൽ മരം വീണു. കണ്ണൂർ ചെറുപുഴ പാടിയോട്ടുചാലിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പുതിയ വീട്ടിൽ രാജേഷിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. പാലക്കാട് മനശ്ശേരിയിൽ വീടിന്റെ ചുമറിടിഞ്ഞു വീണ് ഓട്ടോറിക്ഷ തകർന്നു. പനഞ്ചിക്കൽ സജീഷ് പ്രകാശിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും തകർന്നത്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ കോട്ടയത്തെ താഴ്ന്ന പ്രദേശങ്ങളായ ഇല്ലിക്കലിലും തിരുവാർപ്പിലും വെള്ളം കയറി. അട്ടപ്പാടിയിൽ ശക്തമായ മഴയിൽ മരം റോഡിലേക്ക് വീണ് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നതോടെ പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അറബിക്കടലിൽ ചരക്കുകപ്പൽ മുങ്ങിയത് ഒറ്റപ്പെട്ട സംഭവമെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. കപ്പലിനുള്ളിലുള്ള ഇന്ധനം നീക്കം ചെയ്യുന്നതിനാണ് ആദ്യ പരിഗണന എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥൻ പറഞ്ഞു. കപ്പൽ കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ഇന്നും കേരള തീരത്ത് കണ്ടെയ്നറുകൾ അടിഞ്ഞു. അപകടത്തിൽ ദുരൂഹതയില്ല. കപ്പലിന്റെ ബലാസ്റ്റിലുണ്ടായ തകർച്ചയാണ് അപകട കാരണമായി കണക്കാക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തും. ജൂലൈ 3 കപ്പലിലെ ഇന്ധനം പൂർണ്ണമായി നീക്കം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ. ഇതുവരെ അപകടകരമായ ഒരു ഇന്ധനവും കടലിൽ കലർന്നിട്ടില്ലെന്നും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. Every container which has been under sea and has been landed ashore will be properly secured safely. Any kind of damage which has happened to our shore due to the environmental impact will be duly addressed, and we have the mechanism and we are working towards that. കപ്പൽ ഉയർത്താനുള്ള ശ്രമവും സജീവമാണ്. കണ്ടെയ്നറുകൾ കടലിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യും. സാൽവേജ് കമ്പനിയായ T&Dക്കാണ് ചുമതല. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. എന്നാൽ അസാധാരണമായ സാഹചര്യം രൂപപ്പെട്ടതിനാൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കേരളം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിയമോപദേശം തേടി. ആ കമ്പനിയെ പറ്റി അന്വേഷിക്കണമെന്നും കമ്പനിയെ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും അതിൻ്റെ മറ്റു കാര്യങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് ചെയ്യേണ്ടത്. അത് മുഖ്യമന്ത്രിയുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അത്തരം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കും. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു കുറിപ്പ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. 13 കണ്ടെയ്നറുകളിലാണ് ഹാനികരമായ വസ്തുക്കളുള്ളത്. ഇതിൽ 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡാണ്. ഈ കണ്ടെയ്നറുകൾ ഒഴുകിപ്പോയിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 3 വെസലുകൾ അപകട സ്ഥലത്ത് ഇപ്പോഴും നിരീക്ഷണം തുടരുന്നുണ്ട്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഇപ്പോഴിതാ വയനാട് ജില്ലയിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, വയനാട്ടിൽ കനത്ത മഴ കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടരുകയാണ്. നാളെയും അവിടെ തീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. ഈ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ അവധി, അല്ലേ? തീർച്ചയായും വിജയകുമാർ, മഴ മുന്നറിയിപ്പ് ഉള്ള സാഹചര്യത്തിൽ ഓറഞ്ച് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, അംഗൻവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴ ശക്തമല്ല, പക്ഷേ ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യം വയനാട്ടിലുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഒഴിവാകുന്ന ഒരു സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ കുറവുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും മഴയുടെ ആശങ്ക നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു അവധി പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിട്ടുള്ളത്.
യെസ്, വയനാട്ടിലും അവധി പ്രഖ്യാപിച്ചതോടെ 6 ജില്ലകളിലാണ് നാളെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഡൽഹിയിൽ അടുത്ത 2 ദിവസത്തേക്ക് അതിശക്തമായ കാറ്റിനും മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാറ്റിന് മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗമുണ്ടാകുമെന്നാണ് പ്രവചനം. വെള്ളിയാഴ്ച ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, മൺസൂൺ എങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്? ഗോവ, മുംബൈ തീരം വഴി വടക്കൻ കേരളത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഡൽഹിയിൽ അതിന്റെ പ്രഭാവം വന്നു തുടങ്ങി എന്നാണോ ഈ മഴ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത്? വിജയകുമാർ, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പോലുള്ള ഒരു സാഹചര്യമല്ല നിലവിൽ ഈ വർഷം കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ ഇത്തരത്തിൽ അതിശക്തമായ കാറ്റിനും മഴയ്ക്കും ഇടിമിന്നലിനും ഡൽഹി സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. പലയിടങ്ങളിൽ ഈ അതിശക്തമായ കാറ്റിനെ തുടർന്ന് ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും റോഡ് ഗതാഗതത്തെ ബാധിക്കുകയും മെട്രോ ഗതാഗതത്തെ വരെ ബാധിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. എന്തായാലും നിലവിൽ ഇപ്പോഴും ജാഗ്രത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. അതായത് ഇന്ന് രാത്രി മുതൽ വെള്ളിയാഴ്ച വരെ അതിശക്തമായ കാറ്റിനും മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതിൽ കാറ്റിൻ്റെ വേഗത 50 കിലോമീറ്ററിൽ നിന്ന് 70 കിലോമീറ്റർ വരെ ആ കാറ്റിന് വേഗത ഉണ്ടാകും എന്നൊരു പ്രവചനം കൂടി കാലാവസ്ഥാ വകുപ്പ് നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വീശിയടിച്ച കാറ്റിന് 70 കിലോമീറ്റർ വേഗത ഉണ്ടായിരുന്നു. എന്തായാലും സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ്, അതായത് വ്യാഴാഴ്ച ഇതെല്ലാം അതിതീവ്രമായ സാഹചര്യത്തിലേക്ക് മാറാം എന്നുള്ളത് കൊണ്ടാണ് നിലവിലിപ്പോൾ വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിജയകുമാർ, ഡൽഹിയിലും ജാഗ്രത. വെള്ളിയാഴ്ച ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 2 ദിവസം കാറ്റും മഴയും മിന്നലും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഒരു അറിയിപ്പ് കൂടിയുണ്ട്. എറണാകുളം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടായിരിക്കുമെന്ന് ഡീൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. തെരഞ്ഞെടുപ്പ് ചൂടിൽ നിലമ്പൂർ. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച PV അൻവറിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസിൽ ഭിന്നത. അൻവറിനോട് വിട്ടുവീഴ്ചയില്ല എന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിരുദ്ധ നിലപാടുമായി K സുധാകരൻ രംഗത്തെത്തിയതാണ് ഭിന്നത മറനീക്കിയത്. PV അൻവറിനെ ഒറ്റപ്പെടുത്തണമെന്ന ചിന്താഗതി കോൺഗ്രസിൽ ആർക്കുമില്ല എന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണവും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുന്നതല്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ PV അൻവർ നടത്തിയ പ്രതികരണം കോൺഗ്രസിന് ക്ഷതമേൽപ്പിച്ചു എന്ന വികാരത്തിലാണ് സംസ്ഥാന നേതൃത്വം. ഇതാണ് പ്രസ്താവന തിരുത്താതെ PV അൻവറുമായി ചർച്ചയ്ക്കില്ലെന്ന കർശന സമീപനം സ്വീകരിക്കാൻ കാരണമായത്. UDF-മായി സഹകരിക്കണോ വേണ്ടയോ എന്നതിൽ PV അൻവറിന് തീരുമാനമെടുക്കാമെന്ന സമീപനത്തിലാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും. എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി ഒറ്റ പേരിൽ ഞങ്ങളെത്തി. അത് AICC പരിഗണിച്ച് പരിശോധിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ UDF-ന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. സംസ്ഥാനത്തെ എല്ലാ പ്രധാന നേതാക്കളുമായും കൂടിയാലോചന നടത്തിയ ശേഷമാണ് PV അൻവറിനോട് വിട്ടുവീഴ്ച വേണ്ടെന്ന സമീപനത്തിലേക്ക് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും എത്തിയത്. എന്നാൽ പൊതുസമീപനത്തിന് ഒപ്പമല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു K സുധാകരന്റെ പ്രതികരണം. ആ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും. അൻവറിന്റെ രാജിയെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായതെന്ന് ഓർമ്മിപ്പിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സംസ്ഥാന നേതൃത്വത്തിന് ഭിന്നമായി അയഞ്ഞ സമീപനത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെച്ചിട്ടാണ് അവിടെ ബൈ ഇലക്ഷൻ ഉണ്ടായെന്നുള്ള കാര്യത്തെ ആ സെന്റിമെന്റ്സിനെ മാനിക്കണമെന്ന് തന്നെയാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പൊതുവായിട്ടുള്ള വികാരം. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതിയൊന്നും ആർക്കുമില്ല, അങ്ങനെയൊന്നും ആർക്കും ഇല്ല, UDF-ൽ ആർക്കുമില്ല. K സുധാകരന്റെ പ്രതികരണത്തോടെ PV അൻവറിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമുണ്ടെന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുമ്പോഴുണ്ടായ വിവാദം മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസിൽ വളരുന്നുണ്ട്. ടീം 24 നിലമ്പൂർ.
വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്രത്തിന്റെ അനുമതി. വിജ്ഞാപനം ഉടൻ ഉണ്ടാകും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതിയാണ് ഈ പദ്ധതിക്ക് അനുമതി നൽകിയത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയ പദ്ധതിയാണിത്. അതിന് കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് കിട്ടുകയാണ്. അപ്പോൾ തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഷഫീദ്? വിജയകുമാർ, ഈ കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട 4 വരി തുരങ്കപാതയ്ക്കാണ് ഇപ്പോൾ കേന്ദ്ര അനുമതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതിയാണ് അനുമതി നൽകിയിട്ടുള്ളത്. മെയ് 14, 15 തീയതിയിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള ശുപാർശ നൽകിയത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന വിദഗ്ധ സമിതി മാർച്ചിൽ പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾ അന്തിമമായി അംഗീകരിക്കേണ്ട സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റി അംഗങ്ങളുടെ കാലാവധി അവസാനിച്ചിരുന്നു. ഇതോടെയാണ് കേന്ദ്ര വിദഗ്ധ സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. 60 ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി അന്തിമ പാരിസ്ഥിതികാനുമതി നൽകിയിട്ടുള്ളത്. ഇതോടെ കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകും എന്നുള്ളതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേട്ടം. ചില നിർദ്ദേശങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 60 ഉപാധികൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകിയിട്ടുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണത്തിന്റെ ഖനന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഫോടനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ CSIR അതേപോലെ തന്നെ CMFR എന്നിവ നൽകിയിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും പാലിക്കാൻ പദ്ധതി നിർവാഹകർ ശ്രദ്ധിക്കണം. കൂടാതെ വൈബ്രേഷൻ, പ്രളയം, ഭൂമിശാസ്ത്രമായ പഠനങ്ങൾ എന്നിവയിലുള്ള നിർദ്ദേശങ്ങളും പാലിക്കണം. ഇവയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 6 മാസത്തിലൊരിക്കൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറണം. 4 ഗ്രൗണ്ട് വൈബ്രേഷൻ മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കാനും നിർദ്ദേശമുണ്ട്. ഈ നിർമ്മാണ ജോലിക്കിടെ മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമോ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള സംവിധാനങ്ങളും ഒരുക്കണം എന്നുള്ളതും നിർദ്ദേശമായി പറയുന്നു. പശ്ചിമഘട്ട മലനിരകളിലൂടെ കടന്നുപോകുന്ന പാത ജൈവവൈദ്യ സമ്പന്നമാണ്. സംരക്ഷണ പട്ടികയിലുള്ള ബാണാസുര, ചിലപ്പനടക്കമുള്ള പക്ഷികളുടെയും അതേപോലെ വന്യമൃഗങ്ങളുടെയും സംരക്ഷണത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അപ്പൻകാപ്പ് ആനയുടെ നായുടെ സംരക്ഷണം, നിർദ്ദിഷ്ട പദ്ധതി പരിസ്ഥിതിലോല മേഖലയിൽ ഉൾപ്പെടുന്നതിനാൽ സ്ഥിരമായ നിരീക്ഷണം, കളക്ടർ ശുപാർശ ചെയ്യുന്ന 4 പേർ അടങ്ങുന്ന വിദഗ്ധ സമിതി രൂപീകരിക്കുക, നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ സുരക്ഷ ഒരുക്കുക, ഇരുവഴിഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിൽ നിർമ്മാണം നടത്തുക, ടണലിന്റെ ഉള്ളിലെ വായുവിന്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കുക തുടങ്ങിയ നിബന്ധനകളും നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ സംബന്ധിച്ച ഒരു വലിയ മൂവ്മെന്റ്, ഒരു നേട്ടമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര അനുമതി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. വിജയകുമാർ. ഷഫീദ്, 1500 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന 42 കിലോമീറ്റർ ഒരു പാത, അത് എന്താണ് അത് ക്ഷമിക്കണം, അതിൽ 20 കിലോമീറ്ററായി അതിന്റെ ദൂരം, നിലവിൽ ഉള്ളതിന്റെ ദൂരം 20 കിലോമീറ്ററായി കുറയും. ആനക്കാംപൊയിലിനും മേപ്പാടിക്കും ഇടയിൽ ഉള്ള യാത്ര അത് എളുപ്പമാക്കുക, എല്ലാ കാലാവസ്ഥയിലും സുഗമമായി യാത്ര ചെയ്യുക, അങ്ങനെ ഒരു വലിയ പദ്ധതിയാണ്. കഴിഞ്ഞ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ഈ പദ്ധതിയെപ്പറ്റി വലിയ ചർച്ചകൾ സംസ്ഥാനത്ത് നടന്നതാണ്. അപ്പോൾ ആ ഉരുൾപൊട്ടലിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ആ പദ്ധതി നടപ്പിലാക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ചില കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. LDF-ൽ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം പല പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. ചിലരൊക്കെ പരസ്യമായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ കേന്ദ്രാനുമതി കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ പദ്ധതി, ഒരു വൻകിട പദ്ധതി നടപ്പിലാക്കാൻ അനുകൂലമായ സാഹചര്യം, നിയമപരമായ സാഹചര്യം ഒരുങ്ങുന്നു എന്ന് കരുതാം. അപ്പോൾ ടെൻഡർ നടപടികൾ ഉൾപ്പെടെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ അതിവേഗം കടക്കും എന്ന് കരുതാം, അല്ലേ? വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി മാറിയത് ഈ പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതിൽ തന്നെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി, പലതരത്തിലുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ടുകൾ നമ്മൾ കേന്ദ്രത്തിന് അയച്ചിരുന്നു. മാത്രവുമല്ല, ഈ ഏപ്രിൽ 4 ചേർന്ന സമിതി യോഗം സംസ്ഥാനത്തിന്റെ ഭൗമഘടന, മണ്ണിടിച്ചിൽ, ജലപ്രവാഹം എന്നിവയെക്കുറിച്ച് നടത്തിയ പഠനങ്ങളുടെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഈ വിഷയത്തിൽ ഒരു അനുമതിയിലേക്ക് കടക്കുന്നത് എന്നുള്ളത് ഒരു സുപ്രധാനമായ നീക്കമാണ്. മാത്രവുമല്ല, ഇതിന്റെ മറ്റു വിവരങ്ങൾ വിജയകുമാർ നമുക്കറിയാം. ഈ പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലുള്ള തുരങ്കപാത നിർമ്മാണം നടക്കുക. പ്രത്യേകിച്ച് ഈ ഭോപ്പാൽ ആസ്ഥാനമാക്കിയ ദിലീപ് ബിൽക്കോൺ, അതേപോലെ കൊൽക്കത്ത ആസ്ഥാനമാക്കിയ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളാണ് ഈ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 2134 കോടി രൂപ. അത് ഈ ഇതിന്റെ നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. അതിന്റെ ഈ പാരിസ്ഥിതികവുമായി ബന്ധപ്പെട്ട പഠനം അതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വകയിരുത്തിയത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു അനുമതി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകടന പത്രികയിലടക്കം ഉൾപ്പെടുത്തി എന്നുള്ളത് അത് വലിയ ചർച്ചയായി എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു നേട്ടമായി ഉയർത്തിക്കാട്ടും. കൂടാതെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ സവിശേഷമായിട്ടുള്ള ഈ നമ്മളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത അടക്കമുള്ള കാര്യങ്ങൾ മാനിക്കണം എന്നുള്ളൊരു പ്രത്യേക നിർദ്ദേശം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രീയമായി കൂടി ഇത് വലിയ ചർച്ചയാകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വിജയകുമാർ. യെസ്, ഇക്കാര്യത്തിൽ ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ജനപ്രതിനിധികളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഷഫീദ് തുടരുക. കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണ്. എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ ഇന്നലെ മിനിറ്റ്സ് പുറത്തു വന്നതോടുകൂടി മെയ് മാസം 14-15 തീയതികളായി നടന്ന ദേശീയ പരിസ്ഥിതി ആഘാത സമിതിയുടെ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ മിനിറ്റ്സ് പുറത്തു വന്നതോടുകൂടി തുരങ്കപാതയിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കുകയാണ്. ലിൻഡോ ജോസഫ് MLA പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ തുരങ്കപ്പാത, വയനാട് തുരങ്കപ്പാത. അതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി കിട്ടിയിരുന്നു. നേരത്തെ ഈ പദ്ധതിയുടെ അനുമതി ആവശ്യപ്പെട്ടുള്ള അപേക്ഷ കേന്ദ്രത്തിനെത്തിയ ഘട്ടത്തിൽ പല പ്രശ്നങ്ങളും കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയതാണ്. അതൊക്കെ ഒടുവിൽ പരിഹരിച്ചു. അതിലൊക്കെ കൃത്യമായ മറുപടി സംസ്ഥാന സർക്കാർ നൽകിയെന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഏതാണ്ട് 60 നിർദ്ദേശങ്ങളോടെയാണ് ഈ വലിയ ഒരു മെഗാ പ്രോജക്റ്റിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഒടുവിൽ ക്ലിയറൻസ് നൽകുന്നത്. ഷഫീദ്, ഇത് ഇപ്പോൾ ഈ വിഷയത്തിൽ നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നത് CPIക്ക് അടക്കം മുന്നണിയിൽ വിയോജിപ്പുണ്ടായിരുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ പശ്ചിമഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട പരിസ്ഥിതി ലോല മേഖലകളിലൂടെയൊക്കെയുള്ള ഈ തുരങ്കപ്പാത നിലവിൽ വയനാട്ടിലെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കും. വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതിൽ പുനർവിചിന്തനം വേണമെന്നതൊക്കെയുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലും പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് പല വേദികളിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷണം നടത്തുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ വയനാട് തുരങ്കപ്പാത. അപ്പോൾ അത് ഇനി ഇതിന്മേലുള്ള രാഷ്ട്രീയ ചർച്ചകളുടെ സ്വഭാവം അത് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് കണക്കിലെടുക്കേണ്ടതില്ല എന്നുകൂടി കരുതാമോ ഷഫീദ് ഈ ഘട്ടത്തിൽ? വിജയകുമാർ, CPM-നെ സംബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ള അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെയും ഈ അനുമതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മെഗാ പ്രോജക്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, മുന്നണിക്കുള്ളിൽ ഇതിനൊരു എതിരഭിപ്രായം ഉയരാനുള്ള ഒരു സാഹചര്യം അത് സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ടുകളെ വകവെക്കാതെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കരുത് എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ മുന്നണിയിലെ CPI അടക്കമുള്ള കക്ഷികളെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കൺവീൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഒരു ഘട്ടത്തിൽ. ആ ഘട്ടത്തിലാണ് നമുക്കറിയാം ഈ പറയുന്ന മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ആ ചർച്ച പല വഴിക്ക് പോവുകയും ചെയ്തു. അതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ ഒരു മെല്ലപ്പോക്ക് എന്ന രീതിയിൽ നിലപാടെടുത്തിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈ പാരിസ്ഥിതിക ആഘാത വിവിധ ഘട്ടങ്ങളിലുള്ള പാരിസ്ഥിതിക ആഘാത റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ അടക്കം അറിയിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൂടി ഇതിനകത്തൊരു വലിയ കാര്യമാണ്. മാത്രവുമല്ല, നിലവിൽ ഇപ്പോൾ ഈ 60 നിർദ്ദേശങ്ങൾ 60 ഉപാധി എന്ന് പറയുന്നതിൽ ഈ പാരിസ്ഥിതികം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വൈബ്രേഷൻ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ, പ്രളയം, ഭൂമിശാസ്ത്രമായ പഠനങ്ങൾ, ഇതൊക്കെ CPI ഒരു ഘട്ടത്തിൽ ഉയർത്തിയ വിഷയങ്ങളാണ്. ഇവയിലുള്ള നിർദ്ദേശം അത് കൃത്യമായി പാലിക്കണം എന്ന് കേന്ദ്രം പറയുമ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാം. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ അത് ഓരോ 6 മാസങ്ങളിലും അത് കേന്ദ്രത്തിന് അയക്കണം, കേന്ദ്രത്തിന് കൃത്യമായി തന്നെ ധരിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകടന പത്രികയിലടക്കം CPM-ന്റെ പ്രകടന പത്രികയിലടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ള രാഷ്ട്രീയ വിവക്ഷ, രാഷ്ട്രീയ ധ്വനി ഉണ്ടാക്കാൻ ഇതിൽ കൂടി കഴിയും. പ്രത്യേകിച്ച് പുതിയ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോഴും അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. വയനാട് തുരങ്കപ്പാതയ്ക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നു. വിജ്ഞാപനം ഉടനുണ്ടാകും. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതിയാണ് പദ്ധതിക്ക് ഒരു മെഗാ പ്രോജക്റ്റാണ് അതിന് അനുമതി നൽകിയത്. വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നൽകിയത്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ PV അൻവറുമായി ഇനി ചർച്ചയില്ല എന്ന് ദേശീയ നേതൃത്വവും. കോഴിക്കോട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞിട്ടില്ല. അൻവറുമായി താൻ ചർച്ച നടത്തില്ല എന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. ഇതെല്ലാം നിങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു കൂടിക്കാഴ്ച ആരും തീരുമാനിച്ചിട്ടില്ല, എന്നോടാരും പറഞ്ഞിട്ടുമില്ല. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ വാർത്തകൾ ഉണ്ടാക്കുന്നു പറയത്തുള്ളൂ. ഞാൻ പറയേണ്ട കാര്യം ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഇവിടെ കൊള്ളാവുന്ന നേതൃത്വം ഉണ്ടെന്നേ.
സംസ്ഥാന നേതൃത്വം പരിഹരിച്ചോളൂ അല്ലേ? ഇവിടെ നല്ല നേതൃത്വം ഉണ്ടല്ലോ. മാത്രമല്ല അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തൊന്നും പറയാനില്ല. കാര്യങ്ങൾ നിങ്ങൾ ഈ വിഷയം, നിങ്ങൾക്ക് ഒരുപാട് വിഷയമുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ പറയാതെ. അത് നിങ്ങൾ പറയുന്നതല്ലേ, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. UDF പ്രവേശനം വൈകുന്നതിൽ കടുത്ത അമർഷവും അതൃപ്തിയും പരസ്യമാക്കിയാണ് PV അൻവർ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. വസ്ത്രാക്ഷേപം നടത്തി തന്നെ തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുത്തു എന്ന് VD സതീശനെ ഉന്നം വെച്ച് PV അൻവർ തുറന്നടിച്ചു. നീതി ലഭിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. ഒരേ സമയം അപേക്ഷയുടെയും കാർക്കശ്യത്തിന്റെയും ഭാഷ, അതായിരുന്നു ഇന്നത്തെ PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. UDFന്റെ ഭാഗമാകാൻ സഹകരിക്കുന്നതിന്റെ പരമാവധി ചെയ്തുവെന്ന് എണ്ണി പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ UDFുമായി സഹകരിക്കണമോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ എന്ന വാക്കുകൾക്ക് മയമില്ലാത്ത മറുപടിയും. മെയ് 15-ന് VD സതീശനുമായി എറണാകുളത്ത് കൂടിക്കാഴ്ച നടത്തി പിരിഞ്ഞതാണ്. 2 ദിവസത്തിനകം മുന്നണി പ്രവേശനം ഉറപ്പു തന്നു. പിന്നീട് ഒരു വിവരവുമില്ല. കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് അൻവർ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പം ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് ഒരു അധികാരവും വേണ്ട. അങ്ങനെയൊക്കെയാണല്ലോ ഒരു തെറ്റിദ്ധാരണ. കത്രികപ്പൂട്ടാണ് ഇവർ ലക്ഷ്യമിടുന്നത്. വസ്ത്രാക്ഷേപം നടത്തി ചെളിവാരി എറിയുകയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ചെയ്തത്. എന്താ പറയുക, ചില ആളുകളുടെ ധാരണ കത്രികപ്പൂട്ട് എന്ന് പറയും. നമ്മൾ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ കുടിക്കിയാൽ, ഇവിടെ പിണറായി ആണല്ലോ, അപ്പോൾ ഇവിടുന്ന് ഒരു ഇതാണ് കത്രികപ്പൂട്ട്. ഈ കത്രികപ്പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കും. അത് പറയണോ? അങ്ങനെ വിചാരിക്കേണ്ടവർ ഉയർന്ന പീഠത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ആ പീഠത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോന്നവനാണ് ഞാൻ. മുന്നണി പ്രവേശനത്തിന് എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ഉന്നമിട്ടായിരുന്നു അമ്പുകൾ മുഴുവൻ. തന്റെ UDF പ്രവേശനം വൈകിപ്പിക്കുന്നത് VD സതീശനെന്ന് പറയാതെ പറയുകയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞു തുടങ്ങിയ കടുപ്പിച്ച വാക്കുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൽ എത്തി നിൽക്കുന്നു. വിപിൻ C വിജയൻ, 24 നിലമ്പൂർ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി ഡോക്ടർ ശശി തരൂർ MP. രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്ക് പ്രധാനമന്ത്രി മറുപടി നൽകി എന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം. പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘങ്ങളുടെ വിദേശ പര്യടനം തുടരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറും ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടും വിശദീകരിക്കുന്നതിനായി പ്രതിനിധി സംഘം പനാമയിലെത്തിയപ്പോഴായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ശക്തമായ മറുപടി. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് പനാമ ഒപ്പമുണ്ടാകണമെന്ന് ശശി തരൂർ അഭ്യർത്ഥിച്ചു. President of the Assembly, the National Assembly, for her understanding, sympathy and support for India's fight against terrorism. As far as we are concerned, we're very grateful for the warm welcome. When we presented the President with a shawl from Kashmir, the place where this tragedy happened, she in turn gave us a symbol of the warriors of Panama, saying she hopes that we will fight. എന്നാൽ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പരാമർശം കോൺഗ്രസിനെ വീണ്ടും അലോസരപ്പെടുത്തിയിരിക്കുകയാണ്. ശശി തരൂർ പെരുമാറുന്നത് BJP വക്താവിനെ പോലെയെന്ന് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ്. MPമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘങ്ങളുടെ വിദേശ പര്യടനം പുരോഗമിക്കുകയാണ്. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടുന്ന സർവകക്ഷി പ്രതിനിധി സംഘം ഇന്തോനേഷ്യയിൽ വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. BJP MP ബൈജന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിൽ 7 പേരടങ്ങുന്ന സംഘം കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കി റിയാദിലെത്തി. വിനീത VG, 24 ഡൽഹി. തൃശൂരിൽ കഴിഞ്ഞ ദിവസം ഭാഗികമായി തകർന്ന കെട്ടിടം പൊളിച്ചു നീക്കുകയാണ്. കുഴപ്പം റോഡിലെ കെട്ടിടമാണിപ്പോൾ പൊളിച്ചു നീക്കുന്നത്. ദുരന്ത നിവാരണ നിയമപ്രകാരം തൃശൂർ കോർപ്പറേഷനാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കുക എന്ന നിയമപരമായ നടപടിക്രമമാണ് അവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്, അല്ലേ?
വിജയകുമാർ, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ സ്വരാജ് റൗണ്ടിലെ കുറുപ്പൻ റോഡിനോട് ചേർന്ന കെട്ടിടം തകർന്നു വീഴുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ കെട്ടിടത്തിലെ ഗ്ലാസ് ചില്ല് താഴേക്ക് വീണ അന്ന് ഈ കാൽനട യാത്രികനായിട്ടുള്ള ആൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ വലിയ രീതിയിൽ അത് തകർന്നു വീഴുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ പ്രകാരം ഇത് പൊളിച്ചു നീക്കാനുള്ള തീരുമാനത്തിലേക്ക് കോർപ്പറേഷൻ എത്തിയിരിക്കുന്നത്. 271 കെട്ടിടങ്ങൾ ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ കോർപ്പറേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ പൊളിച്ചു നീക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും തൃശൂർ മേയർ MK വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. ഒരു അസാധാരണ നടപടിയിലേക്ക് കോർപ്പറേഷൻ കടക്കുകയാണ്. അസാധാരണ നടപടിയിലേക്ക് നിർബന്ധിതമായി നമുക്ക് പോകേണ്ടി വന്നു. കാരണം നമുക്കറിയാം, കൗൺസിലിൻ്റെ ഒരു തീരുമാനം 2 പ്രാവശ്യമായി കൗൺസിൽ തീരുമാനമെടുത്തു. കാരണം പല സമയങ്ങളിലും കത്തുകൾ കൊടുക്കും. തൃശ്ശൂർ പൂരം വരുമ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് കളക്ടർക്ക് കത്ത് കൊടുക്കും. ആ കത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഇല്ലാതെയായി പോകും. പക്ഷേ ഈ കുറി കൗൺസിൽ തന്നെ നേരിട്ട് തീരുമാനമെടുത്ത് കോർപ്പറേഷൻ തന്നെ നേരിട്ട് ഇത് പൊളിക്കാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാം, അപ്പോൾ ഇന്നലെ ഈ ബിൽഡിംഗ് നമ്മൾ ഇതിനു മുമ്പ് ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന 217 ഡിമോളിഷ് ചെയ്യാനുള്ള നമ്പറിനകത്ത് ഉൾപ്പെടുന്ന ഒരു ബിൽഡിംഗാണ് ഈ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിനകത്ത് ഉണ്ടായിരുന്നവരെ നമ്മൾ ഒഴിവാക്കി അതിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിൽ നിർത്തി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി കളക്ടറുടെ അംഗീകാരത്തോടു കൂടി ഈ ബിൽഡിംഗ് ഇപ്പോൾ പൊളിക്കുകയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഈ 276 ബിൽഡിങ്ങുകളിൽ പലതരത്തിലുള്ള ബിൽഡിങ്ങുകളുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ തുടക്കമായി ഈ ബിൽഡിംഗ് നമ്മളിപ്പോൾ കൈവയ്ക്കാൻ പോവുകയാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനെ ബാക്കിയുള്ള ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ഏറ്റവും 3 ഘട്ടമായി തിരിക്കും. അതിനകത്ത് ഏറ്റവും മോശമായി നിൽക്കുന്ന ബിൽഡിംഗ് ആദ്യം തന്നെ പൊളിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും. അതനുസരിച്ച് സ്റ്റെബിലിറ്റി കിട്ടിയിട്ടുള്ള ഒരു 60 ബിൽഡിംഗ് ബാക്കിയുണ്ട്. അത് കഴിച്ച് ബാക്കി 80 ബിൽഡിങ്ങുകൾ 144 ബിൽഡിംഗ് പണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ബിൽഡിങ്ങുകളിലെ ബാക്കി 80ഓളം ബിൽഡിങ്ങുകൾ നമ്മൾ അടിയന്തരമായി തന്നെ പൊളിക്കാനുള്ള നടപടിയുമായി നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ പേപ്പർ വർക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അണിയറയിൽ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് തൃശൂർ കോർപ്പറേഷൻ ആ കെട്ടിടം പൊളിച്ചു നീക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ മേയർ പ്രതികരിക്കുകയായിരുന്നു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. ഗസയിലെ ഹമാസ് മേധാവി മുഹമ്മദ് സിൻവാറിനെ വധിച്ചെന്ന് സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് മുൻ മേധാവി യഹിയ സിൻവാറിന്റെ സഹോദരനാണ് കൊല്ലപ്പെട്ടത്. സിൻവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ഔദ്യോഗിക സ്ഥിരീകരണമാണിത്. ഈ മാസം 13-ന് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചത്. ഇസ്രായേൽ ആക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് ഗുരുതര പരിക്കേറ്റുന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്ഥിരീകരണം. മുൻ ഹമാസ് മേധാവി യഹിയ സിൻവാറിന്റെ ഏറ്റവും ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു യഹിയ സിൻവാർ. 2024 ഒക്ടോബറിൽ തെക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് യഹിയ സിൻവാർ കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്നാണ് മുഹമ്മദ് സിൻവാർ ഹമാസ് നേതൃത്വം ഏറ്റെടുത്തത്. ദിവസങ്ങൾക്ക് മുൻപ് സിൻവാറിന്റെ മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യത്തിന്റെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഖാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രിക്കടിയിലുള്ള രഹസ്യകേന്ദ്രത്തിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിലാണ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. ഇസ്രായേലിന്റെ ഭീകരപട്ടികയിലെ ആദ്യ പേരുകാരനായിരുന്നു മുഹമ്മദ് സിൻവാർ. 1990കളിൽ മുഹമ്മദ് സിൻവാറിനെ പിടികൂടി 9 മാസം ഇസ്രായേലിലും 3 വർഷം രമല്ലയിലും തടവിലിട്ടിരുന്നു. 2000-ൽ സിൻവാർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. സിൻവാറിനു പുറമെ റഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷബാൻ ഉൾപ്പെടെ സഹായികളും കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക് 24. റിപ്പോർട്ടോടെ വാർത്താമഴി അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.